അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ താരീഖിൻ്റെ 3ാമത്തെ പാഠം അദ്ദർസു സാലിസ്, പാഠം 3, മുഹാജിറുകളും അൻസാറുകളും. നോക്കി പാഠത്തിൽ പഠിക്കാനുള്ള ഭാഗം എന്തൊക്കെയെന്ന് നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മുൻ പരിചയവുമില്ലാത്ത ഒരാൾക്ക് ആരെങ്കിലും സ്വന്തം സമ്പത്തിൻ്റെ നേർപകുതി ദാനം ചെയ്യുമോ? ഇക്കാലത്ത് ഇങ്ങനെയൊരു കാര്യം സങ്കല്പിക്കാനാകുമോ? ഒരു മുൻ പരിചയവുമില്ലാത്ത ഒരാൾക്ക് ആരെങ്കിലും സ്വന്തം സമ്പത്തിൻ്റെ നേർപകുതി ദാനം ചെയ്യുമോ? ഇക്കാലത്ത് ഇങ്ങനെയൊരു കാര്യം സങ്കല്പിക്കാനാകുമോ? ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാനാകാത്ത മനോഹരമായ സംഭവങ്ങൾ മദീനയിൽ ഹിജറയ്ക്ക് ശേഷം കാണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സഹോദരങ്ങളാക്കി. ഓരോ മുഹാജിറിനും അൻസാറുകളിൽ നിന്ന് ഒരു സഹോദരൻ ഉണ്ടായി. അവർ പരസ്പരം ഒരു കുടുംബം പോലെ വീടും ഭക്ഷണവും പങ്കിട്ടു. ഈമാനായിരുന്നു ആ സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം. മക്കയിലെ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ മദീനയിലെ സമ്പന്നനായ സ്വഹാബി സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മദീനയിലെ ഒരു ധനികനാണ്. എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങളെടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരം ഒരുക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ അദ്ദേഹം സ്വന്തമായി കച്ചവടം ചെയ്ത് മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നു. തനിക്കൊരു മുഹാജിറിനെ സഹോദരനായി കിട്ടിയെങ്കിലെന്ന് ആത്മാർത്ഥമായി അൻസാരി ആഗ്രഹിക്കുന്നു. തനിക്കൊരു മുഹാജിറിനെ സഹോദരനായി കിട്ടിയെങ്കിലെന്ന് ആത്മാർത്ഥമായി അൻസാരി ആഗ്രഹിക്കുന്നു. എന്നാൽ മുഹാജിറോ കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ സാഹോദര്യം മദീനയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗങ്ങൾ നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം ഉത്തരം എഴുതാമെന്നതാണ്. 2ാമത്തെ ഭാഗം ആലോചിച്ച് പറയുക എന്നുള്ളതാണ്. 3ാമത്തെ ഭാഗം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. 1ാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ചോദ്യം 1, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിലുള്ള സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു? ഉത്തരം, ഈമാനായിരുന്നു ആ സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം. ചോദ്യം 2, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച അൻസ്വാരി കൂട്ടുകാരൻ ആര്? ഉത്തരം, സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു.
ചോദ്യം 3. സഅദ് റളിയല്ലാഹു അൻഹു എന്തൊക്കെയാണ് മുഹാജിറിന് പങ്കുവെക്കാൻ തയ്യാറായത്? ഉത്തരം: സമ്പത്തിൻ്റെ പകുതി നിങ്ങളെടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരം ഒരുക്കാം. ചോദ്യം നമുക്ക് രണ്ടാമത്തെ ഭാഗം ആലോചിച്ചു പറയുക എന്നുള്ളതാണ്. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ആലോചിച്ചു പറയുക എന്നുള്ളതാണ്. ഇതിൽ ചോദ്യം 1. മദീനയിൽ എത്തിയപ്പോൾ മുഹാജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? മദീനയിലെത്തിയപ്പോൾ മുഹാജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം: കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു അവരുടെ അവസ്ഥ. കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു അവരുടെ അവസ്ഥ. ചോദ്യം 2. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഓഫർ നിരസിച്ചത്? പകരം എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? ഉത്തരം: അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ അദ്ദേഹം സ്വന്തമായി കച്ചവടം ചെയ്തു മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നു. ചോദ്യം 3. ഈ ചരിത്രത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന 2 നേട്ടങ്ങൾ. ഉത്തരം: പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യം വിവേചനവും ഇല്ലാതാക്കി. 3. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. 4. കച്ചവടത്തിലും കൃഷിയിലും ഉള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, തദ്രീബാത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അഭയം തേടി വരുന്നവരെ സ്വീകരിക്കുന്നതിലും അഭയം നൽകുന്നവരോടുള്ള സമീപനത്തിലും ഈ ചരിത്രത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ. അഭയം തേടി വരുന്നവരെ സ്വീകരിക്കണം. അഭയം നൽകുന്നവരോടുള്ള സമീപനത്തിലും നമുക്ക് വലിയ ഒരു പാഠമാണ് ഇതിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ അവരെ നല്ലതുപോലെ സ്വീകരിച്ചു. പരസ്പരം സഹകരണം ഇതിൽ നമുക്ക് കാണാൻ കഴിയും. പരസ്പരം സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ദരിദ്രരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ ഒരു വിഭാഗത്തെ സ്വീകരിക്കാൻ അവർ വിവേചനം കൂടാതെ തയ്യാറായി എന്നുള്ളതാണ്. അതുപോലെ സുരക്ഷിതത്വമില്ലാത്ത ഒരു വിഭാഗത്തിന് സുരക്ഷിതത്വം നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കൃഷിയിലും മറ്റുള്ള കച്ചവടങ്ങളിലുമെല്ലാം പരസ്പരം സഹകരിക്കുകയും അവർക്കാവശ്യമായ ജോലി നൽകുകയും ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകാനും ഇതിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.